നിമിഷപ്രിയ കേസിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോമിനെതിരെ ഗുരുതര ആരോപണവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹ്ദി സാമുവൽ ജെറോമുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. മധ്യസ്ഥ ചർച്ചകളുടെ പേരിൽ സാമുവൽ പണം സമ്പാദിച്ചെന്നും തന്റെ സഹോദരന്റെ മരണം വിറ്റ് കാശുണ്ടാക്കുന്നുവെന്നും ഫത്താഹ് ആരോപിച്ചു. മോചന ചർച്ചകൾ തുടരുന്നതിനിടെ ചാണ്ടി ഉമ്മനും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും കൂടിക്കാഴ്ച നടത്തി. വിഷയത്തിൽ ഇടപെട്ട കാന്തപുരത്തിന് ചാണ്ടി ഉമ്മൻ നന്ദി അറിയിച്ചു. തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വാർത്തകൾ ആരും പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഫത്താഹ് മഹ്ദി സാമുവൽ ജെറോമിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് സാമുവൽ ജെറോമുമായി കുടുംബം ചർച്ച നടത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ അദ്ദേഹം ഞങ്ങളെ വിളിക്കുകയോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ പോലും ചെയ്തിട്ടില്ലെന്നും ഫത്താഹ് മഹ്ദി പോസ്റ്റിൽ പറയുന്നു. നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ യമനിലെ പ്രതിനിധിയായി പവർ ഓഫ് അറ്റോറിറ്റിയുള്ള ആൾ മാത്രമാണ് സാമുവൽ ജെറോമെന്നും ഫത്താഹ് മഹ്ദി. യമൻ പ്രസിഡന്റ് വധശിക്ഷാ വിധി അംഗീകരിച്ച ശേഷം സനയിൽ വെച്ചാണ് ആദ്യമായി സാമുവലിനെ കാണുന്നതെന്നും സന്തോഷവാനായി എന്നോട് അഭിനന്ദനങ്ങൾ പറഞ്ഞുവെന്നുമാണ് ഫത്താഹ് മഹ്ദി പറയുന്നത്. ഞങ്ങൾക്ക് സത്യമറിയാമെന്നും കള്ളം പറയുന്നത് നിർത്തിയില്ലെങ്കിൽ അത് തുറന്നു കാണിക്കുമെന്നും സാമുവലിന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഫത്താഹ് മുന്നറിയിപ്പ് നൽകുന്നു. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സാമുവൽ ജെറോമിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്നത് കൂടിയാണ് അബ്ദുൾ ഫത്താഹ് മഹ്ദിയുടെ പോസ്റ്റ്. $40,000 ഞങ്ങളിൽ നിന്ന് കൈപ്പറ്റി, $4,000 വിവിധ ഉത്തരവുകൾ ലഭ്യമാക്കാൻ എന്ന രീതിയിൽ ഞങ്ങൾ ഇന്ന് കൈപ്പറ്റി. ഇതുവരെ കഴിഞ്ഞ 8 വർഷമായി യാതൊന്നും ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണ് ഈ സാമുവൽ ജെറോം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹവുമായി യാതൊരു ചർച്ചകളും നടത്തിയില്ല. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പണം സ്വീകരിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കോടതിയിൽ വെച്ച് കണ്ട സമയത്ത്, നിമിഷയുടെ വധശിക്ഷ ശരിവെച്ച സമയത്ത് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വരെ സാമുവൽ ജെറോം മുതിർന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. ശോഭജനകമായ വെളിപ്പെടുത്തലാണ്. മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നതിനിടെ ചാണ്ടി ഉമ്മൻ MLA കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി. MLAയുടെ സാന്നിധ്യത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ യമനിലെ തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തുന്ന പ്രതിനിധികളോട് തത്സമയം സംസാരിച്ചു. സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച ചാണ്ടി ഉമ്മൻ കാന്തപുരത്തിന് നന്ദി അറിയിച്ചു. തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് ചാണ്ടി ഉമ്മൻ അഭ്യർത്ഥിച്ചു. കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നു, എവിടെയൊക്കെയോ തെറ്റിദ്ധാരണകൾ വരുന്നു. അങ്ങനെ തെറ്റിദ്ധാരണയ്ക്കും സ്കോപ്പില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന് സ്കോപ്പില്ല. നമ്മുടെ ഏക ലക്ഷ്യം 1 പോയിന്റ് അജണ്ട, നിമിഷപ്രിയയുടെ മോചനം. ആ 1 പോയിന്റ് അജണ്ടയിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ ഒരു മതനേതാവിന്റെയും ഇടപെടലില്ലെന്ന് സാമുവൽ ജെറോം പറഞ്ഞത് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. എല്ലാ ചർച്ചകളും സർക്കാർ തലത്തിലാണ് നടന്നതെന്നായിരുന്നു സാമുവലിന്റെ നിലപാട്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ സൂഫി പണ്ഡിതൻ ഷൈഖ് ഹബീബ് ഉമ്മറിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.